എത്ര നേരാ ദൈവം ഇവര് പോയിട്ട് ഇവരെന്താ വരാത്തെ? കടയിൽ പറഞ്ഞു വിട്ട് എന്നെ പറഞ്ഞാ മതിയല്ലോ. പോയി നോക്കിയാലോ? ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. നീ ഇവിടെ നിൽപ്പുണ്ടോ? ഞാൻ ഫോണിന്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി. നീ അത് എടുത്തിട്ട് വാ. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. നിങ്ങൾ ആരെങ്കിലും വിളിച്ചറിയില്ല. കടയിലാണെങ്കിൽ തിരക്കുള്ള ദിവസം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മാധവൻ ചേട്ടാ? ഫോണിന്റെ ചാർജ് മറന്നുപോലും. ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ ഞങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നീ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ മറക്കാറുണ്ട്? എല്ലാത്തിനും എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. നിനക്കെന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താ പറ്റിയേ? അത് എന്താ പറ. അത് മാധവൻ ചേട്ടാ, അത്യാവശ്യം അടുക്കള വേണ്ട കുറെ സാധനങ്ങളൊക്കെ തീർന്നു. ഞാൻ ആ നീതുമോളെ കടയിൽ വിട്ടതാ. ആ കുണുക്കനും കുണുക്കിയാണെങ്കിൽ വാശി പിടിച്ചവരുടെ കൂടെ പോയി. തീർന്ന സാധനങ്ങൾ ഇന്നലെ പറഞ്ഞെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നില്ലേ? നീ എന്തിനാ കുട്ടികളെ കടയിലോട്ട് വിട്ടത്? തീർന്നതൊക്കെ ഇന്നാ ഞാൻ ശ്രദ്ധിച്ചത്. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവര് പോയത് ആ മത്തായി ചേട്ടന്റെ കടയിലോട്ടാ. പക്ഷെ അരമണിക്കൂറായി ഇതുവരെ എത്തിയിട്ടില്ല. അരമണിക്കൂറോ? ഈ തൊട്ടടുത്ത മത്തായി ചേട്ടന്റെ കടയിൽ പോയിട്ട് വരാൻ 10 മിനിറ്റ് പോരെ? ഈ കുട്ടികൾ എവിടെ പോയി? അതാ ഞാനും നോക്കുന്നേ. നീതുമോളുള്ളത് കൊണ്ട് കുഴപ്പമില്ല. നീതുമോളുള്ള കൊണ്ട് കുഴപ്പമില്ല. എടി, എന്നിട്ട് നീ ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് പോയി അന്വേഷിക്കേ. കുട്ടികൾ എവിടെ പോയെന്നാവോ? കുണുക്കനും കുണിക്കും കൂടി ഇല്ലേ? ഇവളെ കൊണ്ട് ഞാൻ തന്നെ പോയി നോക്കാം. ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞ ഞാൻ ഇവിടെ കൊണ്ടുവന്നേ സാധനങ്ങൾ. വന്നോ? എടി നീതുമോളെ, എത്ര നേരം നീ ഇവിടെ നിന്ന് കടയിൽ പോയിട്ട്? കുട്ടികൾ എവിടെ? അമ്മ, കടയിൽ പോകാൻ 5 മിനിറ്റ് എടുത്തുള്ളൂ. ഞങ്ങൾ വന്നതൊക്കെ ഇങ്ങനെ കാട്ടി കൂടിയാ. അവിടെ നിറച്ച് ചാമ്പക്കയും പേരക്കയും റംബൂട്ടാനും എല്ലാം ഉണ്ട്. ആ കുണുക്കനും കുണിക്കും വിളിച്ചിട്ട് വരുന്നില്ല. കൂടാതെ കുറെ അപ്പൂപ്പനാടി ഉണ്ടമ്മേ. ഞങ്ങളവിടെ കളിക്കുമായിരുന്നു. ശരി, കളിച്ചിട്ട് ഇപ്പൊ കുട്ടികൾ എവിടെ? അമ്മ, അവര് വിളിച്ചിട്ട് വന്നില്ല. അമ്മക്ക് ഈ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞോണ്ടേ ഞാൻ ഒറ്റയ്ക്കിങ്ങ് പോന്നു. കുട്ടികൾ അവിടെ ഒറ്റക്കിട്ട് നീ ഇങ്ങോട്ട് വന്നോ? പേടിക്കേണ്ട കാര്യമില്ല. അവധിക്കാലമല്ലേ, എന്തോരം കുട്ടികൾ അവിടെ വന്നേക്കുന്നത്. ഒരു 8-10 കുട്ടികളും ഉണ്ട്. അതിന്റെ ഒപ്പം കുണുക്കനും കുണിക്കും. അവരൊറ്റക്കൊന്നും അല്ല. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കിങ്ങിണി കാട്ടിലെ റംബൂട്ടാനും പേരക്കയും മാത്രമല്ല, കുറെ പുല്ലുണ്ട്. അതിന്റെ ഇടയിലൊക്കെ വല്ല ഇഴജന്തുക്കൾ കാണും. കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു മലമ്പാമ്പിനെ പിടിച്ചോണ്ട് പോയത്. അയ്യോ, മലമ്പാമ്പോ? എന്റെ പൊന്നു നീതുമോളെ, നിനക്ക് ഇത്രക്ക് ബോധമില്ലാതെയല്ലോ. എവിടെയെങ്കിലും കുണുക്കനെ കുണിക്കിനെ നിന്റെ കൂടെ വിട്ട് അവർ ഉത്തരവാദിത്തോടെ തിരിച്ചോണ്ട് വരണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നീ വേഗം പോയി അവരോട് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വേഗം പോയി വിളിച്ചോണ്ട് വാടി. ഓ ശരി അമ്മേ. നമുക്കൊരു നാം പഠിച്ചെടുത്താലോ? നമുക്ക് പഠിച്ചെടുക്കാം. ഞാൻ മരത്തിൽ കയറട്ടെ? അത് വേണ്ട, ഞാൻ കയറാം. നീ താഴെ മതി. നീ വീരൂടി, നീ വീരും. ഞാൻ കയറും. നീതു ചേച്ചി പിന്നെയും വന്നു. നീ നീതു ചേച്ചി കയറട്ടെ. നീതു ചേച്ചി കയറട്ടെ. രണ്ടും വന്നോളൂ എന്റെ കൂടെ. അയ്യോ, ചാമ്പക്ക പറിച്ച് കഴിഞ്ഞില്ലല്ലോ. ചാമ്പക്കൻ പറിച്ചോണ്ട് ഇവിടെ നിന്നോ. അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. അച്ഛൻ കടയിൽ പോയില്ലേ? കടയിൽ പോയി. തിരിച്ചു വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും ഇല്ല. നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് ഞാൻ ചെന്നെന്ന് പറഞ്ഞപ്പോ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. രണ്ടു വാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലോട്ട് വന്നില്ലേ? അയ്യോ, വീട് വീട് വീട്. എപ്പോഴും പോയാൽ അപ്പൊ തന്നെ വീട്. കറങ്ങി നടക്കണത് ഇവിടെയാണോ? ഇവിടെ മലമ്പാവുണ്ടെന്ന് അമ്മ അച്ഛനും പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച പിടിച്ചതേ വനം വകുപ്പിന് കൊടുത്തോന്ന്. അത് നിങ്ങളുടെ ഭാഗ്യം. അല്ല, നിങ്ങളുടെ കൂടെ കുറെ കാക്കിരി പിപ്പിരി പിള്ളേരുണ്ടായല്ലോ. അവരൊക്കെ എവിടെ? പിന്നെന്താ നിങ്ങ പോവാത്തെ? അതാ അമ്മ വന്ന് വിളിച്ചപ്പോ രണ്ട് വടി എടുത്ത് അടിച്ചതാ, അതുകൊണ്ട് പോയതാ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞേ. അവരുടെ അച്ഛനമ്മയെ വടിയും കൊണ്ട് വന്നതേ ഇവിടെ പാമ്പുള്ളതുകൊണ്ടാ. നിങ്ങൾ വീട്ടിലോട്ട് വാ. എന്റെ ദൈവമേ, നിങ്ങൾ വന്നില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ എനിക്കിട്ട് കിട്ടും. ഓഹോ, കാണിച്ചു തരാടി നിങ്ങളെയൊക്കെ. എന്തൊരു അനുസരണയില്ലാത്ത പിള്ളേരിത്. ഷോ, എങ്ങാനും ഇതിന്റെ ഇടയിൽ പാമ്പ് വന്ന അമ്മ എന്നെ കൊല്ലും. പാമ്പിനെ പോലും പേടിയില്ലാത്ത പിള്ളേര്. ഐഡിയ കിട്ടിപ്പോയി. പാമ്പിനല്ലേ പേടിയില്ലാത്ത, പ്രേതത്തിന് പേടിയുണ്ടല്ലോ. പ്രേതം അവനിപ്പോ എന്താ ചെയ്യാ? വീട്ടിൽ പോയി വെള്ള ഷോളൊക്കെ എടുത്തോണ്ട് വരാന്ന് വെച്ചാ അമ്മ കൊല്ലും. ഇവിടെ അടുത്തല്ലേ മിന്നുന്റെ വീട്. അവളുടെ വീട്ടിൽ പോയി ഒരു ഷോളും ഒരു വെപ്പും കൂടി മേടിച്ചോണ്ട് വരാം. ഇവർ രണ്ടുപേരും പേടിച്ചോടിക്കണം വീട്ടിലോട്ട്. എന്റെ അടുത്താ കളി. ഇതല്ലേ മിന്നുന്റെ വീട്. അവളെ കാണുന്നില്ലല്ലോ. ഉറക്കെ വിളിച്ച അവളുടെ അമ്മയെങ്ങാനും വന്നാലോ? എന്തിനാ വന്നേന്ന് ചോദിക്കൂലേ? ഈ അവളല്ലേ നിൽക്കുന്നേ? മിന്നു, എടി മിന്നു. ഇതാരാ? നീതുമോളോ? നീ എന്താ ഇവിടെ? എന്താ വീട്ടിനകത്തോട്ട് വരാതെ? എടി, അത് വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. എന്തിനാ നീ എന്നെ വിളിച്ചേ? എടി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഉപകാരോ? നിന്റെ കയ്യിലൊരു വെള്ള ഷോളും പിന്നെ നീ ഡാൻസിനൊക്കെ വെക്കുന്ന മുടിയില്ലേ, അതെന്തെങ്കിലും ഒന്ന് തരാമോ? വെള്ള ഷോളും വെപ്പുമുടിയോ? നിനക്ക് എന്തിനാ? എടി, അതൊക്കെ പറയാം. ഷോളും വെപ്പുമുടിയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നീ എന്തിനാന്ന് പറയണം. എടി, എന്നെ കൂടി ആ കുണുക്കനും കുണുക്കി മാത്തഞ്ചേട്ടൻ്റെ കടയിൽ വന്നതാ. അവർ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. കെങ്ങിണിക്കാട്ടിലിരുന്ന് കളിക്കുക. അവരെ കൊണ്ടല്ലാതെ ചെന്നാലേ അമ്മ എന്നെ തല്ലിക്കൊല്ലും. എന്തോരം വിളിച്ചിട്ടും വരുന്നില്ല. ഈ വെള്ള ഷോള് പതിച്ച് കുറച്ച് മുടിയൊക്കെ വെച്ചാൽ പ്രേതോടൊന്നും കരുതി അവരോടി വീട്ടിൽ പൊക്കോളും. പ്രേതോ? എടി, ആ കളി വേണ്ടട്ടോ. കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. എടി, ഞാൻ അവരെ കുറേ വിളിച്ചു.
ഓ ശരി ശരി, എന്നാ നീ ഇവിടെ നിൽക്കേ, ഞാൻ വെള്ള ഷോളും മുടിയും കൊണ്ടുവരാം. പക്ഷെ ഞാനാണ് തന്നതെന്ന് പറയരുത്. ഇല്ലടി, ഞാൻ നിനക്ക് തിരിച്ചു തരാം. അവൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഈ പിള്ളേരെ ഞാനിന്ന് ശരിയാക്കും. ഇന്നാ വെള്ള ഷോളും വെപ്പ് മുടിയും. ആ കുട്ടികളെ പേടിപ്പിച്ച് കൊന്നേക്കരുത് കേട്ടോ. എടി ഇല്ല, പ്രേതത്തിന്റെ ഒരു അരികെ കണ്ടാൽ മതി, അവരോടി വീട്ടിലെത്തിക്കോളും. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. ശരി, നീ പോയിട്ട് വാ. ആരാടി ചാമ്പക്ക കാട്ടില് വന്ന് എന്റെ ചാമ്പക്ക പറിക്കണത്? എന്നാ വേഗം വീട്ടിൽ പോ. വേഗാകട്ടെ. വീട്ടിൽ പോവാ. ദൈവമേ, കളി കാര്യായോ? അയ്യോ കുണുക്ക, എണീക്കടാ. അയ്യോ പേടിക്കല്ലേ കുണുക്ക, കുണുക്കി ഇത് ഞാനാ, നിങ്ങളുടെ നീതു ചേച്ചിയാ. അയ്യോ ദേ, നീ ഇവിടെ നിൽക്കുക. ഇതൊക്കെ വെപ്പം മുടിയാ, ഞാൻ കാണിച്ചു തരാം. ഇത് സാരി ഒന്നുമല്ല, ഇതാ മിന്നുന്റെ ഷോളാ. ഞാനിപ്പോ കാണിച്ചു തരാം. നീ കുണുക്കനെ വിളിക്കേ. എണീക്ക് കുണുക്ക, ഇത് നീതു ചേച്ചിയാ, പ്രേതമല്ല. അയ്യോ അത് ലിപ്സ്റ്റിക്കാ. കുണുക്ക എണീക്ക് കുണുക്ക. ഇങ്ങനെയൊന്നും പറയില്ലേ കുണുക്കി, ഞാൻ തമാശക്ക്. ഇവൻ എണീക്കുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഓടിപ്പോയി അമ്മേനെ വിളിച്ചോണ്ട് വാ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? നീ പേടിക്കണ്ട, ഇവിടെ അടുത്തല്ലേ. നീ ഓടിപ്പോയി അമ്മേനെ വിളിച്ചിട്ട് വാ. പിന്നെ കുണിക്കുമോളെ, അമ്മേനോട് പറയരുത് ചേച്ചി പേടിപ്പിച്ചിട്ടാണ് കുണുക്കം വീണേന്ന്, പ്ലീസ്. ഞാൻ പ്രേതോട്ടൊന്ന് പേടിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞ അമ്മ എന്നെ കൊല്ലും. ദയവേത് കുണിക്കുമോള് പറയല്ലേ ചേച്ചി, കാല് പിടിക്കാം. ദൈവം, ഇത് എത്ര തവണയായി ഇവൻ ഈ നെട്ടി എണീറ്റിട്ട് പോ പ്രേതമെന്ന് പറയുന്നേ. പാവം എന്റെ കുഞ്ഞ് ഒത്തിരി പേടിച്ചു. നല്ല പനിയുണ്ട്. നമുക്കൊന്നും കൂടി ആശുപത്രി കൊണ്ടുപോയാലോ? എന്താ ഗീത, നമ്മൾ ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ. ഡോക്ടർ പറഞ്ഞില്ലേ കുട്ടിക്ക് പനി ഉണ്ടാകും 2 ദിവസം. നല്ലപോലെ പേടിയും തട്ടിയിട്ടുണ്ട്. നമ്മൾ പതിയെ അത് മാറ്റിയെടുക്കണം. അവൻ ഉറങ്ങുമല്ലേ, അവൻ ഉറങ്ങട്ടെ. എന്നാലും ഇടക്കിടക്ക് നെട്ടുന്നത് കണ്ടില്ലേ? എന്തു പറയാനാ, കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. കണ്ട കിങ്ങിണിക്കാട്ടിലും മങ്ങിണിക്കാട്ടിലൊക്കെ വിട്ടിട്ട് കൊച്ചിനിപ്പോ ഈ ഗതി വന്നു. എന്റെ ദൈവമേ, ഞാൻ ഓർത്തു എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കുണിക്കുമ്പോൾ ഇങ്ങ് വന്നേ. മോൾ അച്ഛനോട് പറ, ശരിക്കും അവിടെ എന്താ ഉണ്ടായത്? ആരെങ്കിലും നിങ്ങളെ പേടിപ്പിച്ചോ? മോള് പേടിക്കണ്ട, അച്ഛൻ അവരോട് ചോദിക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും ചെല്ലില്ല. കുണുക്കന്റെ അവസ്ഥ കണ്ടില്ലേ? കുണുക്കനെ നമുക്ക് രക്ഷിക്കണ്ടേ? ശരിക്കും അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലായാലേ കുണുക്കനെ അത് പറഞ്ഞു തിരുത്താൻ പറ്റൂ. കുണിക്കുമോളുടെ മുഖം കണ്ടാലേ അറിയാം എന്തോ കള്ളത്തരമുണ്ട്. അച്ഛനോട് പറ. കുണിക്ക് വേണ്ടാട്ടോ, എനിക്ക് നല്ലപോലെ അറിയാം. നിനക്കറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. മര്യാദക്ക് പറഞ്ഞോ. കണ്ടില്ലേ ഗീതേ, പറയില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. കുണുക്കിയായിരിക്കും ചിലപ്പോ പ്രേതത്തിന്റെ ഒച്ച ഉണ്ടാക്കി കുണുക്കനെ പേടിപ്പിച്ചത്. അറിയാതെ ചെയ്യാൻ പറ്റിയ കാര്യല്ലേ ഇവളെ ഇന്ന് ഞാൻ. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ ഇത്? മാറി നീതു മോളെ. കുഞ്ഞിലെ മുതൽ കുണിക്ക് ഓരോ കുസൃതി കാണിക്കുമ്പോൾ എല്ലാരും ചിരിക്കും. അന്ന് തന്നെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ശിക്ഷകൾ തന്നോളൂ, പക്ഷെ അത് കുണിക്കല്ല, എനിക്കാ. കുണുക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ മാറിക്കേ. കുണിക്കല്ല, കുണുക്കിനെ പേടിപ്പിച്ചത് ഞാനാ. എന്തിനാ നീതുമോളെ നീ ഇങ്ങനെയൊക്കെ നുണ പറയുന്നേ? അല്ലമ്മേ, കുണുക്കന് ഈ അവസ്ഥ വന്നത് ഞാൻ കാരണം. നിങ്ങൾ പറഞ്ഞില്ലേ കുണുക്കയും കുണുക്കനെയും വിളിക്കാതെ ഇങ്ങോട്ട് വന്ന് എന്നെ വീട്ടിൽ കയറ്റൂലെന്ന്. ഞാൻ ഇവരെ പോയി ഒത്തിരി വിളിച്ചു, ഇവര് വന്നില്ല. അവസാനം ഞാൻ മിന്നുന്റെ വീട്ടിൽ നിന്ന് ഒരു വെള്ള ഷാളൊക്കെ പുതച്ച് പ്രേതമാണെന്നും പറഞ്ഞ് പേടിപ്പിച്ചു. ഞാൻ കരുതി ഇവര് രണ്ടുപേരും ഓടി വീട്ടിലോട്ട് പോകുമെന്ന്. പക്ഷെ കുണുക്കൻ വീണു. ഞാൻ വീണൂന്ന് കരുതിയില്ല. എന്റെ ദൈവം, എടി നീതുമോളെ നീ എന്താടി ചെയ്തു വെച്ചേക്കുന്നേ? നീതുമോളെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടില്ലേ? നീ എന്താ തമാശ കളിച്ചതാണോ ഇത്? വേണ്ട കുണുക്കി, നീ എനിക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയണ്ട. മാധവൻ ചേട്ടാ, സാരമില്ല, കുട്ടികളെ വിഷമിപ്പിക്കല്ലേ. എന്തായാലും കുണുക്കൻ എണീക്കട്ടെ. ഇത് കണ്ടില്ലേ, കുണുക്കി നീതുമോളൊക്കെ നല്ല സങ്കടത്തിലാ. അവരെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. അവര് തന്നെയല്ലേ ഇത് ചെയ്തു പറയണേ. ആദ്യം കുണുക്കനൊന്ന് സുഖമാവട്ടെ, അവനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട ശിക്ഷയും കൊടുത്തേക്കാം. ഇത്തവണത്തേക്ക് വിട്ടേക്ക്. ശരി ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്തോ. അമ്മ സോറി അമ്മ, ഇങ്ങനെയൊന്നും വരുമെന്ന് കരുതിയില്ല. എനിക്കറിയാം കുണുക്കൻ ഇങ്ങനെയൊന്നും വരാൻ വേണ്ടി നിങ്ങൾ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല എന്ന്.
പറ്റിപ്പോയില്ലേ, സാരമില്ല. അമ്മ ക്ഷമിച്ചു. ആദ്യം കുണുക്കനൊന്ന് ഭേദമാകട്ടെ.